എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2025 പ്രവേശന പരീക്ഷയുടെ പരീക്ഷാ തീയതിയും പരീക്ഷാ സമയവും പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് വഴി ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിലാണ് വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്യാനുള്ള കാൻഡിഡേറ്റ് ലോഗിൻ നൽകിയിട്ടുള്ളത്. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡും നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു പ്രൊഫൈൽ പേജിലേക്ക് പോകാനായിട്ട് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആൻഡ് പ്രസ് റിലീസ് എന്നുള്ള ഈ ഒരു പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഏതൊരു തരത്തിലുള്ള അറിയിപ്പും ഈ ഒരു CEയുടെ ഈ ഒരു വെബ്സൈറ്റിലെ ഈ ഒരു പേജിലാണ് വരിക. നോട്ടിഫിക്കേഷൻ എന്നുള്ള ആ ഒരു പേജിലേക്കാണ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ വിജ്ഞാപനം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അത് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ്, അത് വിജ്ഞാപനം എന്ന് പറയുന്നത് അത് മലയാളത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കീം 2025 അഡ്മിഷൻ ടു എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സ് എക്സാം ഡേറ്റ് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയത് കാണാം. അപ്പോൾ വിജ്ഞാപനം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് മലയാളത്തിലാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള ആ ഒരു സർക്കുലറാണ് വേണ്ടതെങ്കിൽ നോട്ടിഫിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു PDF നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു 2025-26 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത അതായത് CBT എക്സാമാണ്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കമാണ് CBT എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷാ തീയതിയും സമയവും പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു CBT എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോളേജുകളിലായിരിക്കും, അതായത് ലാബിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക, കമ്പ്യൂട്ടർ ലാബിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വിവിധ ബാച്ചുകളായിട്ടാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ഫാർമസിയും ഈ ഒരു അപേക്ഷിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട പരീക്ഷ എഞ്ചിനീയറിംഗ് പരീക്ഷയാണ്. അതുപോലെ തന്നെ ഫാർമസി മാത്രമുള്ളവർക്ക് ഫാർമസി പരീക്ഷയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് പരീക്ഷയാണ് നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ളത്, അതായത് ഏത് ദിവസമാണ് ഏത് സമയത്താണ് നിങ്ങൾക്ക് പരീക്ഷ എന്നുള്ളത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനും ഈ ഒരു നോട്ടിഫിക്കേഷൻ പേജിൽ നിർദ്ദേശം വരുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട സമയത്താണ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ വഴി ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോവേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഈ ഒരു ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് കിട്ടുക എന്ന് പറയാം. നിങ്ങൾ ഒന്നുകിൽ എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. അതായത് ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു, ആർക്കിടെക്ചർ ഉണ്ടായിരുന്നു, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫാർമസി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി ഈ ഒരു 2 ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഈ 2 ഓപ്ഷനുകളോ ക്ലിക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഓപ്ഷൻ നൽകിയുള്ള, അതായത് എഞ്ചിനീയറിംഗും ഫാർമസിക്കും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മാത്രമായി കൊടുത്തവരുണ്ടാവും, അതുപോലെ ഫാർമസി മാത്രമായിട്ട് കൊടുത്തവരുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ മറ്റ് കോഴ്സുകൾ കൂടി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻ്റെ ലിസ്റ്റിൽ, അതായത് കോഴ്സ് ഓപ്ഷൻ്റെ ലിസ്റ്റിൽ ഒന്നുകിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി അല്ലെങ്കിൽ ഇവ രണ്ടും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ അതായത് പല വിദ്യാർത്ഥികളും ഈ ഒരു കീം പരീക്ഷയ്ക്ക് ഹോൾ ടിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഈ ഒരു മുൻ വർഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു 2 ഓപ്ഷനുകൾ മാത്രം സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടില്ല. കാരണം നിങ്ങൾ ഈ ഒരു കീം പരീക്ഷ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിനും അതുപോലെ ഫാർമസിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി നടത്തുന്ന പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് ഓപ്ഷൻ ഒന്നുകിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഫാർമസി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ഈ ഒരു എക്സാമിനേഷന് അപേക്ഷിച്ച നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ കൃത്യമായിട്ട് നിങ്ങൾ ഏത് കോഴ്സാണ് കോഴ്സ് ഓപ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ ഏതൊക്കെ കോഴ്സുകളാണ്, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫാർമസി ഉണ്ടെങ്കിൽ ഫാർമസി കൂടി ഉണ്ടാവും, അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് അലൈഡ് ഉണ്ടെങ്കിൽ ആ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും, അതായത് ആ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ആർക്കിടെക്ചർ കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കിടെക്ചർ എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു 4 കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോഴ്സുകളുടെ പേരും നിങ്ങൾക്ക് അവിടെ നിങ്ങൾ കോഴ്സ് ഓപ്റ്റഡ് എന്നുള്ളത് കാണാൻ പറ്റുന്നതാണ്. നിങ്ങളിപ്പോൾ ഈ ഒരു ഫാർമസിയും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മാത്രം കൊടുത്തുള്ളവർക്ക് ആ ഒരു രീതിയിൽ കാണാം. അതായത് പറയുന്നത് നിങ്ങൾ ഓപ്ഷനായിട്ട് നൽകിയുള്ള കോഴ്സുകളുടെ ലിസ്റ്റിൽ എഞ്ചിനീയറിംഗും അല്ലെങ്കിൽ ഫാർമസിയും അല്ലെങ്കിൽ ഇവ രണ്ടും ഇതിൽ ഏതായിരുന്നാലും അതിൽ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് പരീക്ഷ നടക്കുന്നത് ഈ ഒരു ഏപ്രിൽ 23-ാം തീയതി ആണ്. ഏപ്രിൽ 23-ാം തീയതിയും അതുപോലെ തന്നെ ഏപ്രിൽ 25-ാം തീയതി, ഏപ്രിൽ 26, ഏപ്രിൽ 27, അതുപോലെ ഏപ്രിൽ 28 ഈ ഒരു തീയതികളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു പരീക്ഷ നടക്കുക. അതായത് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷകൾക്ക് 2 മണിക്കൂർ മുമ്പ് തന്നെ എക്സാം സെൻറ്ററിൽ എത്താനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അധിഷ്ഠിത ടെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സാം സെൻറ്ററിൽ നിന്ന് മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അതായത് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാവും. എങ്ങനെയാണ് ഈ ഒരു എക്സാം എഴുതുന്നത് എന്നുള്ളത് എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരും എങ്ങനെയാണ് ഈ ഒരു എക്സാം എഴുതേണ്ടത് എന്നുള്ളത്.
അതുപോലെ തന്നെ ഫാർമസി ആണെങ്കിൽ ഫാർമസി മാത്രം ഓപ്ഷൻ സെലക്ട് ചെയ്ത വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 24-ാം തീയതി രാവിലെ 11:30 മുതൽ 1 മണി വരെ, അതായത് ഉച്ചയ്ക്ക് 1 മണി വരെ സെഷൻ 1 ആയിട്ടും അതുപോലെ 3:30 മുതൽ വൈകുന്നേരം 5 മണി വരെ സെഷൻ 2 ആയിട്ടും നടക്കും. സെഷൻ 1ഉം സെഷൻ 2 എന്ന് പറയുമ്പോൾ 2 ബാച്ചുകളായിട്ടാണ് പരീക്ഷ നടക്കുക. അതായത് ഒരു ലാബിൽ തന്നെ നിരവധി വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. ഒരു കമ്പ്യൂട്ടറിൽ ഒരു വിദ്യാർത്ഥിക്കാണ് അതായത് പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം ഉണ്ടാവുക. അപ്പോൾ ഒരു ലാബിൽ ഏകദേശം ഒരു 50 അല്ലെങ്കിൽ 100ഓളം ഈ ഒരു സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് വിദ്യാർത്ഥികൾക്ക്, അതായത് അതിലും ചിലപ്പോൾ കൂടുതൽ ഈ ഒരു സിസ്റ്റമുള്ള ലാബുകൾ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് അതായത് എല്ലാ വിദ്യാർത്ഥികളെയും ഒരുമിച്ച് പരീക്ഷ നടത്താൻ പറ്റാത്തത് കൊണ്ടാണ് സെഷൻ 1 ആയിട്ടും സെഷൻ 2 ആയിട്ടും, അതായത് 2 സെഷനുകളായിട്ട് പരീക്ഷ നടക്കുന്നത്. അതുപോലെ തന്നെ 29-ാം തീയതി, അതായത് ഏപ്രിൽ 29-ാം തീയതി പരീക്ഷയുണ്ട്. ഏപ്രിൽ 29-ാം തീയതി ഈ ഫാർമസി പരീക്ഷ 3:30 മുതൽ 5 മണി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഏത് ദിവസമാണ് പരീക്ഷ, ഏത് സമയത്താണ് നിങ്ങൾക്ക് പരീക്ഷ ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റിൽ നൽകിയിട്ടുണ്ടാവും. ഈ ഒരു അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ പരീക്ഷ എഴുതാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ എടുക്കേണ്ട ഒരു ഡോക്യുമെൻ്റാണ് ഈ ഒരു ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞാലും ഹോൾ ടിക്കറ്റ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു ഉച്ചക്കല്ല, ഈ ഒരു നിങ്ങൾക്ക് പരീക്ഷാ സമയം എപ്പോഴാണ് നൽകിയിട്ടുള്ളത്, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റിൽ ഏത് സമയത്താണ് നിങ്ങൾക്ക് എക്സാം നൽകിയിട്ടുള്ളത്, എക്സാം ടൈം നൽകിയിട്ടുള്ളത്, ആ ഒരു സമയത്തിന് 2 മണിക്കൂർ മുമ്പായിട്ട് തന്നെ പരീക്ഷാ കേന്ദ്രത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ഇതുവരെ എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മോക്ക് ടെസ്റ്റിനുള്ള ഒരു അവസരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ എക്സാം എഴുതുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എക്സാം ഹാളിൽ, അതായത് എക്സാം എഴുതാനുള്ള സെൻറ്ററിൽ നിങ്ങൾ എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടി വരിക. അതുപോലെ തന്നെ നൽകിയിട്ടുള്ള ഈ ഒരു ആൻസർ തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റി സെലക്ട് ചെയ്യാൻ, അത് കറക്റ്റായിട്ടുള്ള മറ്റൊരു ആൻസർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ എക്സാമിനേഷന് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒരു തിരിച്ചറിയൽ രേഖ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഫോട്ടോ പതിച്ചിട്ടുള്ള, അതായത് ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് പുതുതായിട്ടുള്ള ഒരു ഫോട്ടോ പതിച്ചിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡ് എടുക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് ആധാർ കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ നിങ്ങളുടെ ഫോട്ടോ ക്ലിയർ ആയിട്ടുള്ളതാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു അഡ്മിറ്റ് കാർഡ് കൂടി, അതല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് കൂടി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് എപ്പോഴാണ് പരീക്ഷ, അതുപോലെ തന്നെ ഏത് സമയത്താണ് എന്നുള്ളത് കൃത്യമായിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് ഏത് സമയത്താണോ പരീക്ഷ, ഇപ്പോൾ രാവിലെ 11:30 നിങ്ങൾക്ക് പരീക്ഷയെങ്കിൽ രാവിലെ ഏകദേശം ഒരു 9:30 തന്നെ ഈ ഒരു എക്സാം സെൻറ്ററിൽ എത്താൻ ശ്രദ്ധിക്കുക. 3:30 പരീക്ഷയെങ്കിൽ അതായത് 3:30 ഈ ഒരു പരീക്ഷയെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 1 മണിക്കേക്ക് സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ 2 മണിക്ക് പരീക്ഷയാണെങ്കിൽ വിദ്യാർത്ഥികൾ ഏകദേശം ഒരു 12 മണിക്ക് തന്നെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു ലേറ്റ് ആവുകയാണെങ്കിൽ പിന്നീട് അതിൻ്റെ ടെൻഷൻ കാരണം പഠിച്ചത് കൂടി മറക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു എക്സാം സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു എക്സാം എങ്ങനെയാണ് എഴുതേണ്ടത്, അതുപോലെ എങ്ങനെയാണ് ഈ ഒരു കമ്പ്യൂട്ടർ ടെസ്റ്റ് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനാണ് മോക്ക് ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം നിങ്ങൾക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്ത ആൻസർ എത്രയാണ്, അറ്റൻഡ് ചെയ്യാത്ത എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷയ്ക്ക്, അതായത് നിങ്ങൾ ഏതൊക്കെ പരീക്ഷകൾക്കാണ് അപേക്ഷിച്ചത് അതിനനുസരിച്ച് നിങ്ങളുടെ ഒരു അഡ്മിറ്റ് കാർഡിൽ അതിൻ്റെ ഡേറ്റും എക്സാമിൻ്റെ ഡേറ്റും അതുപോലെ തന്നെ ടൈമും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ +2 തോൽക്കും എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികൾ ആയിരുന്നാലും ഈ ഒരു പരീക്ഷ പോയിട്ട് നന്നായിട്ട് എഴുതുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ജയിക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി അഡ്മിഷൻ ആയിട്ട് അത് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.